സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു അവയവം നാവ് തന്നെയാണ്. അതിനെ പടച്ചതും അങ്ങനൊരു രൂപത്തിലാണ്. ഗുഹ്യസ്ഥാനത്തിന് പോലും ആ രൂപത്തിൽ അല്ലാഹു ഒരു മറ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. ഒരു പൊന്നു സൂക്ഷിക്കും പോലെയല്ലേ നാവിനെ അല്ലാഹു സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത് ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ തൽദഗന്നക ഇന്നഹാ സുഅ്ബാനു. നാവിനെ നീ നന്നായി സൂക്ഷിക്കണം. ആവശ്യമില്ലാതെ പുറത്തേക്ക് തൂക്കിയിടരുത്. അത് വലിയൊരു വിഷസർപ്പമാണ്. നാവിനെ പുറത്തിടുമ്പോൾ പറയണോ പറയണ്ടേ എന്നൊരു ചിന്ത, ഇത് കൈമാറണോ കൈമാറണ്ടേ എന്നൊരു ചിന്ത. സഹോദരങ്ങളെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാവിനെ ദിക്റ് കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. ഖുർആനോത്ത് കൊണ്ട് മദ്ഹ് കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. നിസ്കാരവും നോമ്പും എല്ലാ അമലുകളും ബാത്തിലാകാൻ ഒരു നാവ് മതി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. നിസ്കാരവും നോമ്പും സദഖയും ഹജ്ജും ഖുർആനോത്തും തഹജ്ജുദും ഒക്കെ ഇങ്ങനെ തെളിവോടുകൂടെ തങ്ങൾ ഇങ്ങനെ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ ആ ഹദീസൊന്നും വിശദമായി പറയുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം തങ്ങൾ ചോദിക്കുന്നു, മുആദ് അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലഹാ, അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലഹാ. ഈ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, ഈ മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി സൂക്ഷിക്കേണ്ട ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അതേതാണെന്ന് അറിയുമോ മുആദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം. തങ്ങൾ നാവിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നാവിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ. ഈ നിസ്കാരവും ഈ നോമ്പും ഈ സകാത്തും ഈ സ്വതക്കയും ഈ ആണ്ട് നേർച്ചയും ഈ പരിപാടിയും മൗലിദും റബീഉൽ അവ്വൽ പരിപാടിയും റബീഉൽ ആഖിർ പരിപാടിയും എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശരിയാവണ്ണം നിങ്ങൾക്ക് ആഖിറത്തിൽ ലഭിക്കണോ, നന്നായി ഖബറിൽ അതിന്റെ മാധുര്യം ആസ്വദിക്കണോ,